ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ഒരുങ്ങി കാര്യവട്ടം സജ്ജമായിരിക്കുകയാണ്. അഞ്ചാം മത്സരത്തിനായി നാളെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരുങ്ങുമ്പോൾ ഇപ്പോഴത്തെ ടീമുകൾ തിരുവനന്തപുരത്ത് എത്തി എന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി മേഘ്ന മുരളി കൂടി ചേരുന്നുണ്ട്. മേഘ്ന, ടീമുകളൊക്കെ തിരുവനന്തപുരത്ത് എത്തി. അങ്ങനെ തിരുവനന്തപുരം വലിയ ആവേശത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും വീണ്ടും ഒരു ക്രിക്കറ്റ് ആവേശത്തിലേക്ക് തിരുവനന്തപുരം പോകുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പോകുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്ത്യൻ താരങ്ങൾ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങുന്നു. അത് വിശാഖപട്ടണത്തായിരുന്നു അവസാന മത്സരം. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യൻ താരങ്ങൾ എയർപോർട്ടിലേക്ക് വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ്. ആരാധകർ വലിയ ആവേശത്തോടെ ഇന്ത്യൻ താരങ്ങളെ സ്വീകരിക്കുന്നു. ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും അടക്കമുള്ള സഞ്ജു സാംസൺ അടക്കമുള്ളവരാണ് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വാഹനത്തിലേക്ക് കയറിയിട്ടുള്ളത്. അവിടെ നിന്ന് അവർ നേരത്തെ തന്നെ KCA തയ്യാറാക്കിയിട്ടുള്ള ഹോട്ടലുകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സഞ്ജു സാംസൺ അടക്കമുള്ളവർ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ന്യൂസിലാൻഡ് താരങ്ങളെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ന്യൂസിലാൻഡ് താരങ്ങളും ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. രണ്ട് ടീമുകളും പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ചാർട്ടേഡ് വിമാനത്തിലാണ് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം രണ്ട് ഹോട്ടലുകളിലേക്ക്, തിരുവനന്തപുരത്ത് തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഹോട്ടലുകളിലേക്കാണ് ടീം അംഗങ്ങൾ പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ന്യൂസിലാൻഡ് താരങ്ങളെയാണ്. അവർക്ക് ഇവിടെ വലിയ തരത്തിലുള്ള ഒരു വരവേൽപ്പ് ആരാധകരും നൽകുന്നു, വലിയ തരത്തിൽ സ്വീകരണം നൽകുന്നു. 31-നാണ് ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മത്സരം നടക്കുന്നത്. അതിൽ ഈ 2020 മത്സരത്തിൽ 5 മത്സരങ്ങളുള്ള പരമ്പരയാണ്. അതിൽ 3 മത്സരങ്ങൾ ഇന്ത്യ നേരത്തെ തന്നെ വിജയിച്ചു കഴിഞ്ഞു. ഇന്നലെ വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ വിജയം ന്യൂസിലാൻഡിലേക്ക് പോയി. അതിനുശേഷമാണ് ഇപ്പോൾ നാളെ 31-ന് നടക്കുന്ന ഏറ്റവും നിർണായകമായ മത്സരം കൂടി. അതിൽ 6 ജയിക്കും. കൂടാതെ സഞ്ജു സാംസൺ അടക്കം വമ്പൻ തിരിച്ചുവരവാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്തായാലും വലിയ സ്വീകരണം ഇപ്പോൾ എയർപോർട്ടിൽ താരങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യൻ താരങ്ങൾക്കും അതുപോലെ തന്നെ ന്യൂസിലാൻഡ് താരങ്ങൾക്കും വലിയ സ്വീകരണം ലഭിക്കുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് എന്നുള്ളതാണ്. ഇനി 31-ന് നടക്കുന്ന മത്സരത്തിൽ എന്താണ് അത്, പരമ്പര ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി 2020 ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു മത്സരം എന്ന പ്രത്യേകത കൂടി ഈ കാര്യവട്ടം 2020 ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിർണായകമായിട്ടുള്ള ഒരു മത്സരം, ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം. അതിൽ സഞ്ജു സാംസൺ തിരിച്ചു വരുമോ? ഫോം ഔട്ട് ആയിട്ടുള്ള സഞ്ജു സാംസൺ, അത് ഇന്നലെ അടക്കം 15 ബോളിൽ 24 റൺസ് മാത്രമാണ് സഞ്ജു സാംസൺ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു വമ്പൻ തിരിച്ചുവരവാണ്, ഹോം ഗ്രൗണ്ടിലുള്ള ഒരു വമ്പൻ തിരിച്ചുവരവാണ് സഞ്ജു സാംസൺ അടക്കം ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, അത് മണിക്കൂറുകൾക്കുള്ളിൽ ടിക്കറ്റ് വിറ്റുപോയ ഒരു മത്സരം, ചരിത്രത്തിൽ ആദ്യമായി മണിക്കൂറുകൾക്കുള്ളിൽ ടിക്കറ്റ് വിറ്റുപോയ ഒരു മത്സരം കൂടിയാണ് 31-ന് നടക്കാൻ പോകുന്നത്. ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള 2 വാഹനങ്ങൾ, 2 ബസ്സുകളിലായാണ് താരങ്ങൾ ഹോട്ടലുകളിലേക്ക് പോകുന്നത്. നാളെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലടക്കം താരങ്ങൾ എത്തുമെന്നുള്ള കാര്യം കൂടി അറിയാൻ സാധിക്കുന്നു. 31-ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. വലിയ ആവേശമുണ്ട്. അത് ജസ്പ്രീത് ബുംറയും അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയും സഞ്ജു സാംസണും ഒക്കെ ഇന്ത്യക്ക് വീണ്ടും ഒരു വിജയം ഒരുക്കും. അത് ഹോം ഗ്രൗണ്ടിൽ നിരവധിയായിട്ടുള്ള മലയാളി ആരാധകർക്ക് മുന്നിലേക്ക് ഈ താരങ്ങൾ വലിയ തരത്തിൽ ഒരു പ്രകടനം കാഴ്ചവെക്കും. ഈ മത്സരം കൂടി ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ജസ്പ്രീത് ബുംറ അടക്കമുള്ള ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിൽ എല്ലാവരും താരങ്ങളെ അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്താണ് ഈ ബസ്സിലേക്ക് കയറുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ ആവേശമുണ്ട് ആരാധകർക്ക്. എയർപോർട്ടിൽ തന്നെ നിരവധിയായിട്ടുള്ള ആരാധകർ, അത് ഇന്ത്യൻ ടീം ആരാധകരടക്കം തടിച്ചുകൂടിയിരുന്നു. സഞ്ജു ഒക്കെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ ആവേശം, വലിയ ആഹ്ലാദത്തോടുകൂടിയും വലിയ ഒരു സ്വീകരണമാണ് ആരാധകർ സഞ്ജു സാംസൺ അടക്കം നൽകുന്നത്. അതിൽ സഞ്ജുവിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് ഈ മത്സരത്തിൽ, കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 31-ന് നടക്കുന്ന മത്സരത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ എല്ലാ ടീമംഗങ്ങളും, ഇന്ത്യൻ ന്യൂസിലാൻഡ് ടീമംഗങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹോട്ടലുകളിലേക്ക് അവർ മടങ്ങും. നാളെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കടക്കം ദർശനമടക്കം ഈ താരങ്ങളുടേതായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ആവേശമാണ് ഈ തലസ്ഥാനത്തുള്ളത്. അതൊരു വീണ്ടും ഒരു ക്രിക്കറ്റ് കാലത്തിലേക്കുള്ള ആവേശം. അത് ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മത്സരത്തിന്റെ അരങ്ങുണർന്നിരിക്കുന്നു. ഇനി എന്തായിരിക്കും അതിൽ, നേരത്തെ തന്നെ ആ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒക്കെ ഫുള്ളായി, ടിക്കറ്റ് കിട്ടാത്തൊരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനി എന്താണ് ഇനി മത്സര ഫലം എന്നൊക്കെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സഞ്ജു സാംസന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് ഉണ്ടാകുമെന്നുള്ളതാണ് ആരാധകർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ താരങ്ങളെയും ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നാളെ വിവിധ ക്ഷേത്ര ദർശനമടക്കം താരങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം 31-ന് ശനിയാഴ്ച വൈകിട്ട് 7 മണിക്കാണ് ഇന്ത്യ ന്യൂസിലാൻഡ് ആവേശ പോരാട്ടം നടക്കുക. ഇന്നലെ വിശാഖപട്ടണത്ത് വെച്ച് നടന്ന മത്സരത്തിൽ വിജയം ന്യൂസിലാൻഡിന്
പോയിന്റിനായിരുന്നു. അതിനു മുന്നേയുള്ള 3 മത്സരങ്ങളിൽ, പരമ്പരയിലെ 3 മത്സരങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ ആവേശത്തിലാണ് ക്രിക്കറ്റ് പ്രേമികൾ മുഴുവൻ. ഇപ്പോൾ ടീമുകൾ തിരുവനന്തപുരത്ത് എത്തുമ്പോഴും ആ ദൃശ്യങ്ങളിൽ ആ ആവേശം കാണാം. അങ്ങനെയുള്ള ഇന്ത്യൻ ടീമിന്റെ ആ ഒരു കളിക്കായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ എല്ലാവരും. മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.